പത്തനംതിട്ടയിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട്? അവിടെ നിന്ന് വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചെറിയ നല്ല ഭംഗിയുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമേൽപ്പാറയിലാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പം അത്യാവശ്യം ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്ന ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു സ്ഥലമാണ് മലമേൽ. ഇതിനകത്ത് നമ്മൾ ലെന്തിയാക്കുന്നില്ല, വളരെ ലൈറ്റായിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ്. ഒരുപാട് വീഡിയോസ് മലമേൽപ്പാറയെ പറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു സ്റ്റൈലിൽ കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒരു വീഡിയോ കൊണ്ടുവരുവാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോടൊന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക. അധികം ലേറ്റ് ആകുന്നില്ല, വളരെ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നേരെ നമുക്ക് മലമേൽപ്പാറയിൽ അകത്തേക്ക് കയറാം. ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. മലമേൽപ്പാറയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ അറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ അഞ്ചൽ വന്ന് ആരോട് ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കിയായാലും കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും. നമ്മൾ കയറി വരുമ്പം കാണുന്ന ഒരു വഴിയാണിത്. ഇത് നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നത്. നമുക്ക് ടിക്കറ്റ് ആൾക്ക് 20 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്. ക്യാമറ കൊണ്ടുവരുവാണെങ്കിൽ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ആണ്. അത് ഞാൻ അവിടെ കൗണ്ടറിൽ തന്നെ ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് തന്നെ പറയാം. ക്യാമറയ്ക്കെല്ലാം ഉള്ള സെപ്പറേറ്റ് വരും. ക്യാമറയ്ക്ക് എത്ര രൂപ വരുന്നത്? ഒരു ക്യാമറയ്ക്ക് 50. വന്ന് കയറുന്ന സ്ഥലത്ത് ഉള്ള വിഷ്വലാണിത്. നമ്മൾ വന്ന് കയറുന്ന സ്ഥലത്ത് കണ്ട അടിപൊളിയാണ്. ഇപ്പം തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് ബെഞ്ച്. ഇതൊക്കെ എന്തോത്തിലാണ് ഇതുണ്ടാക്കിയേക്കുന്നത്? ടൈല്, പാറ ഗ്രാനൈറ്റ് പീസ്. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ചെടികളും ചെടിച്ചട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ്. നല്ല വിശാലമായ കണ്ണെത്താ ദൂരത്ത് കാണുന്ന കാഴ്ചകളൊക്കെ കാണാം. നേരത്തെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് എവിടെയാണ്? ഇവിടെ ഈ ഭാഗത്തൊരു കുളമുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. മുന്നിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താണ്ടി ഇങ്ങോട്ട് കയറി വന്നപ്പം ഇവിടെ നല്ല കാതിന് കുളിർമയേകുന്ന പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ദാഹശമിനിയൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പുണ്ട് ഇവിടെ. അത് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം നാടുകാണിപ്പാറയാണ്, അങ്ങോട്ടേക്ക് പോവാം. അതിനു മുമ്പ് താഴെ കുടപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നാടുകാണിപ്പാറയിലോട്ട് പോയേക്കാം. ഈ നേരെ പോകുന്ന വഴിയാണ് നാടുകാണിപ്പാറയിലോട്ട് പോകുന്നത്. നമ്മളിപ്പം നാടുകാണിപ്പാറയിലോട്ട് പോകുന്നില്ല. നമ്മൾ അതിനു മുമ്പ് കുടപ്പാറയിലൊന്ന് പോയി ആ പാറയൊന്ന് കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് നാടുകാണിപ്പാറയിലോട്ട് പോകാം. നടി ഈ വഴിയാണ് കുടപ്പാറയിലോട്ട് ഇറങ്ങി പോകുന്നത്. നടി ഇവിടെയാണ് കുടപ്പാറ. നമ്മൾ ഈ കാണുന്ന പാറ ഏതാണ്ട് ഒരു കുടയുടെ ഒരു ആകൃതിയിലുള്ളത് കൊണ്ടായിരിക്കണം കുടപ്പാറ എന്ന് പേരിട്ടേക്കുന്നത്. എന്തോ ഇവിടെ വരുമ്പം നമുക്ക് ആ ഒരു പാറയുടെ ഭംഗിയൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ്. ഇവിടെ വന്ന് ഇതിൻ്റെ ആ പാറയുടെ അടിഭാഗത്തോട്ടൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാറയുടെ സൈഡിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് കൂടുതലും കപ്പിൾസാണ്, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. മേ ബി നമ്മൾ അവരുടെ പുറകെ പോകുന്നില്ല, അത് അവരുടെ ഫ്രീഡം. നമ്മൾ നമ്മുടെ കാര്യം നോക്കുവാണ്. നമ്മൾ ഇവിടുന്ന് നേരെ നാടുകാണിപ്പാറയിലോട്ട് പോവുകയാണ്. ഈ പ്ലേസിലുണ്ടല്ലോ ഏറ്റവും കൂടുതലും ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഏറ്റവും റിസ്കിയായി കയറാൻ പറ്റുന്നൊരു പാറയുമാണ് ഈ നാടുകാണിപ്പാറ. ഇവിടെ വരുന്ന ഓരോരുത്തരും ഈ പാറയിൽ കയറാതൊട്ട് പോവുകയും ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറഞ്ഞു തരാൻ കഴിയൂ. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായെന്ന് വരില്ല. ഇവിടെ കയറുമ്പോൾ ഈ പാറയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇത്ര റിസ്കി ആയി കയറുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും നമ്മുടെ കണ്ണിന് കിട്ടുന്ന ആ ഒരു ഭംഗിയും ഒക്കെ നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റൂ. ഇനി നിങ്ങളിത് ഇവിടെ വരുമ്പോൾ
ശ്രദ്ധിക്കേണ്ട 1-2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ പാടാണ്. നമ്മൾ നടന്ന് കയറി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്ന 1-2-3 വഴികളുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും എത്രത്തോളം റിസ്ക്കിയാണ് നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം എന്തിന് ഇത്ര റിസ്ക്കി ആയിട്ട് ഇതിൻ്റെ മേളിൽ കയറുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങളൊരു തവണ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം നമ്മൾ താണ്ടെ ഈ വലിയ പാറയുടെ മേളിലോട്ട് കയറാൻ പോവുക. ബാക്കി നമുക്ക് ഈ കയറിക്കൊണ്ടുള്ള വിഷലൊക്കെ കാണാം. പോരെ, ഓടി ഭയങ്കര ടാസ്ക്കാണ് എൻ്റെ മേളിൽ കയറുന്നത്. ഈ ചെറിയ സ്ഥലം കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടാണ് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് മേളിൽ പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മേളിൽ പോയിട്ട് കാണാം. നമ്മൾ ഇതിനകത്തൂടെ വളരെ ബുദ്ധിമുട്ടി ഞൊഴഞ്ഞാണ് ഇവിടെ വരുന്നത്. ഹായ് ചേട്ടാ, വീഡിയോ ഒക്കെ എടുക്കുമോ തകർത്ത്? ഞങ്ങൾ ചെറിയൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നയാ. എങ്ങനെ പേരെങ്ങനാ? കിങ്സൺ. കിങ്സൺ, ഓക്കെ. എവിടാ സ്ഥലം? എവിടാ? കൊല്ലൂരാ? കൊല്ലൂര് നമ്മുടെ നാട്ടുകാരനാ? എവിടാ? കൊല്ലൂരാ ആണോ? തൊളിക്കോട് എന്ന് പറയും. തൊളിക്കോട്. ഓക്കെ. ഇതെങ്ങനെ ഉണ്ട്? സ്ഥലം എങ്ങനെ ഉണ്ട്? ആദ്യത്തോട്ട് പോകുന്നവരെ? ഇല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളേ. സ്ഥിര സ്ഥലമോ? സ്ഥിരമൊന്നുമില്ല, അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. എങ്ങനെയുണ്ട്? നല്ല തിരക്കായതുകൊണ്ടായിരിക്കും. മഴയായിരുന്നു ഇപ്പൊ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മഴ ഇന്നൊന്നും മഴ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആള് നിൽക്കുന്നത്. അതുപോലെ ഇന്ന് കൂടുതൽ തിരക്കുള്ളൊരു ദിവസമല്ലേ, അവധി ദിവസങ്ങളിൽ ഇവിടെ തിരക്കായതുകൊണ്ടായിരിക്കും ഈ പരിപാടി ഇന്നും മാറ്റി വെച്ചത്. നമ്മുടെ അടുത്ത് ഇത്രയും ഭംഗിയുള്ള സ്ഥലം, അതായത് ഇതുപോലെ തന്നെ അപ്പുറത്ത് ആ കുടുക്കത്ത് പാറ അവിടെ, പക്ഷെ അവിടെ ടൂറിസം അല്ലല്ലോ. ഉണ്ട്, പക്ഷെ എന്നാലും അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ കാണാൻ ഭംഗിയാ. പക്ഷെ ആൾക്കാർ അവിടെ അധികം റീച്ച് ആയിട്ടില്ല. നിങ്ങളെ പോലുള്ളവർ അവിടെ പോയി കുറച്ച്. ഇനി അടുത്ത് നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. അപ്പോ പേരെങ്ങനെ? ബസ്സാന. ഓക്കെ. ഇവിടെ എങ്ങനെ സ്ഥലം? ഇവിടെ മടത്തറ എന്ന് പറയുമ്പോ കടയ്ക്കില്ല. ഇവിടെ അടുത്തുള്ള. ഇവിടെ എങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? പിടിച്ചേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ ഒരു വൈബൊക്കെ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ വേറെ ഏതെങ്കിലും പാറയിലൊക്കെ? പോയിട്ടുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് കയറി വരുന്നതൊക്കെ. അതെ, പക്ഷെ ഇതിന്റെ മേളിൽ താഴെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. പക്ഷെ ഇതിന്റെ മേളിൽ കയറിക്കുമ്പോൾ നല്ല കാറ്റും. എല്ലാവരും, ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ വീണ്ടും ഒരു തവണയും കൂടെ ഇവിടെ വരാൻ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് ഇനി തോന്നുന്നു ഇനി ഒരു തവണ കൂടെ വരുമല്ലോ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവരണം തീർച്ചയായും. എന്നാ മോടെ പേരെന്താ? സുഹറ ഫാത്തിമ. മോടെ പേരെന്താ? ആസിയ. എവിടെ സ്ഥലം? എവിടാ? മഞ്ഞപ്പാറ, ആയൂര്. ഇതെങ്ങനെ ഉണ്ട് ഈ സ്ഥലം? സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാ ഈ ഇത്രയും വലിയ പാറയുടെ മേലെ വരഞ്ഞുപിടിച്ച് കയറിയോ? കുഴപ്പമുണ്ടായിരുന്നോ കയറാൻ? ഇഷ്ടപ്പെട്ട്? ഓക്കെ. സ്ഥലം എവിടെയാ? എവിടെ? എല്ലാരും പല ഓക്കെ, കൊട്ടാരക്കരയാണല്ലേ. അവിടെ നിന്നാണ് ഇവിടെ സ്ഥലം? വീഡിയോ കണ്ടിട്ട് വന്നതാണോ അതോ? അല്ല, അറിയാം, നേരത്തെ വരുന്നേ. പത്തനംതിട്ടന്ന് വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? എങ്ങനെ ഉണ്ട്? അല്ലേ? പേരെങ്ങനെ? സുമ, റെജിമോൾ, ഡെൽന.
അന്മേരി കിട്ടുമോന്ന് അറിയത്തില്ല അത്ര. എങ്ങനെ ടീന അന്ന എന്തായാലും ഇവിടെ വന്നപ്പോ മൊബൈലിൽ പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ വന്ന് സംസാരിക്കുന്നത്. ടെൻഷൻ ആയിട്ടിരിക്കുക. അല്ല ഞാൻ കണ്ടു, ഞാൻ ആരുടെ ആയാലും മൊബൈൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ടെൻഷൻ വരുമല്ലോ. ശരിയൊരു അശ്രദ്ധല്ലേ. ഓക്കെ, കിട്ടിയല്ലോ, സന്തോഷം. ഈ പാറയുടെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ അതാ അങ്ങനെ അതും മാത്രമല്ല, മൊബൈൽ നമ്മൾ എവിടെ കൊണ്ടുപോയാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ വൈബ്രേഷനിൽ നിന്ന് മാറ്റിയിടും. ബെല്ലടിച്ചാലെങ്കിലും കേൾക്കണം, ആരെങ്കിലും കൈ വൈബ്രേഷനും അല്ലല്ലേ. അതാ എന്തായാലും ഇനി ഒരു എടുത്ത് പോകുമ്പോ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. ഇനി പോകുമ്പോഴായാലും മൊബൈൽ ഇപ്പൊ ഏതായാലും ചെറുതായാലും വലുതായാലും നമ്മുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുപോവാ. കാരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഇവിടെ വന്നതിന്റെ ആ ഒരു വൈബൊക്കെ പോയി. നിങ്ങൾ ഭയങ്കരമായിട്ട് അതെ 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 അല്ലേ. ഞാൻ നേരത്തെ കണ്ട് സംസാരിക്കുന്നത്. ശരി, അപ്പൊ ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? വന്ന് കയറിയതേ ഉള്ളെന്ന് പറഞ്ഞു. ഇവിടെ നിന്നിട്ട് ആ ഒരു വ്യൂ എങ്ങനെയുണ്ട്? കണിന്ന് വെച്ചാ കാണികൾക്ക്. ഓ സോറി സോറി. പക്ഷെ ഇപ്പോഴല്ല, 5, 5:30, 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പൊ വന്നതിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു? കൊള്ളാം. അതെ, ഇനിയും വരുമല്ലോ. ഓക്കെ, താങ്ക് യു. അവിടുന്ന് വന്നതാണ് വീഡിയോ കണ്ടിട്ട്? ഫ്രണ്ട്സ് ബന്ധുക്കാരെങ്കിലും ഇവിടെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ വന്നതാ. ഓ അങ്ങനെ. എങ്ങനെയുണ്ട് സ്ഥലം കണ്ടിട്ട്? നല്ല സ്ഥലമായിരുന്നു. പക്ഷെ കുറച്ച് വേർത്തില്ലേ കയറി? ഈ സമയത്തല്ല വരണ്ട, ശരിക്കും 5, 5:30 എപ്പോഴാ അടയ്ക്കുക പിടുത്തമില്ലല്ലോ. ഇല്ല, നമുക്ക് 6, 7 മണി വരെ ഇവിടെ. നിങ്ങൾക്ക് കുറച്ച് ഇപ്പൊ നിങ്ങളിപ്പോ ഇറങ്ങുന്ന സമയം ഇതായില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5:30, 6 മണിയാകുമ്പോഴത്തേന് സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല ഭംഗിയാ, നല്ല അടിപൊളിയാ കാണാൻ. ഞങ്ങളിവിടെ വരുന്നു ചാനലിലോട്ട്. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഇവിടെ വന്നവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നേരെ ടോപ്പിലെ വിഷ്വൽ കൊണ്ടൊന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ ഈ ഒരു പ്ലേസ് മേളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ?
മലമേൽ പാറയിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഈ മലമേൽ പാറയുടെ പേരെഴുതിയേക്കുന്ന ഈ ഒരു ബോർഡിൻ്റെ അവിടെ നിന്നാണ്. ഇവിടുന്ന് തന്നെ നോക്കുന്നുണ്ട് ബാക്കിലോട്ട് കാണുമ്പോൾ തന്നെ വൈബ് അതുകൊണ്ട് ആ കാണുന്ന സൂര്യൻ്റെ ആ ഒരു ഭംഗിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലമേൽ പാറയിൽ വന്നിട്ട് അതിമനോഹരമായ കുറേ കാഴ്ചകൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നേക്കുന്ന അവരുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ സച്ചിൻ, ബൈ.